രാവിലെ എണീറ്റ് ഉടനെ തുമ്മൽ. ഈ ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ എക്സ്ക്രീറ്റ് ആണ് നിങ്ങൾക്ക് തുമ്മൽ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കും. ഈ സംഭവമാണ് നിങ്ങൾക്ക് തുമ്മല്, കണ്ണ് ചൊറിച്ചില്, മൂക്ക് ചൊറിച്ചില്, ചെവി ചൊറിച്ചില്, എല്ലാ അലർജിക് സിംറ്റംസ് ഇൻക്ലൂഡിംഗ് ആസ്മ ഉണ്ടാക്കുന്ന ഏറ്റവും കോമൺ കോസ്. ഈ ഡസ്റ്റ് മൈറ്റിന് എപ്പോഴും നിൽക്കാൻ താല്പര്യം സോഫ്റ്റ് ഫർണിഷിംഗിലാണ്. ഈ സോഫ്റ്റ് ഫർണിഷിംഗ് എന്ന് പറയുമ്പോൾ കർട്ടൻസ്, സോഫ, ബെഡ്, പില്ലോ, പുതപ്പ്, ഇതെല്ലാം സോഫ്റ്റ് ഫർണിഷിംഗിൽ പെടുന്നതാണ്. ഇതിലെല്ലാം ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ടാവും. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർലി സോഫയും കർട്ടൻസും വാക്യൂം ചെയ്യുക, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുക. ഈ ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, പുതപ്പും റെഗുലർലി എവറി വീക്ക് വാഷ് ചെയ്ത് വെയിലത്തിട്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. എപ്പോഴും പ്യുവർ കോട്ടൺ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പുതപ്പ്, പ്രത്യേകിച്ച് പുതപ്പ്, ഈ കമ്പിളി പുതപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഈ അസുഖം ഒരിക്കലും വിട്ടുമാറില്ല. എപ്പോഴും കോട്ടന്റെ പുതപ്പ്, ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ് യൂസ് ചെയ്യുക. പില്ലോ എപ്പോഴും നീറ്റായി സൂക്ഷിക്കണം. പില്ലോ കവറിനുള്ളിലുള്ള പില്ലോ നീറ്റാണോ എന്ന് പ്രത്യേകം നോക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനിൽ നിൽക്കുന്ന ഡസ്റ്റ് ആണ്. ചില വീട്ടിൽ ഫാനിൽ നല്ല കട്ടിയിലെ ഡസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം മാറ്റിയിട്ട് ഫാൻ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനൊന്നും ഒരു പ്രയോജനമില്ല.